Mesmerizing wedding collection. Tejaswini by Chungat Jewelry. റിയൽ എസ്റ്റേറ്റ് രംഗത്ത് 12 വർഷത്തെ പാരമ്പര്യം. ഗവൺമെന്റ് അംഗീകൃത ISO സർട്ടിഫൈഡ് റിയൽ എസ്റ്റേറ്റ് ഏജൻസി. ഡ്രീംസ് ആൻഡ് റിയാലിറ്റി. ഇടശ്ശേരി ജ്വല്ലറി കാലടി. Beautiful. മനസ്സിലുള്ളത് മെട്രോയിലുണ്ട്. ഇപ്പോൾ 50,000 സ്ക്വയർ ഫീറ്റിൽ മെട്രോ വെഡിംഗ് പ്ലാസ അങ്കമാലി. ജനസേവകൻ എന്ന പദം അന്വർത്ഥമാക്കുകയാണ് അങ്കമാലി നഗരസഭയിലെ 10ാം വാർഡ് കൗൺസിലർ AV രഘു. രഘു വിട്ടു നൽകിയ ഭൂമിയിൽ അങ്കമാലി സേവാഭാരതി മുൻകൈയെടുത്ത് 7 കുടുംബങ്ങൾക്ക് ഭവനമൊരുങ്ങുന്നു. സ്വന്തമായി ഒരു വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കഴിയാത്തവർക്ക് ആശ്വാസമാകുകയാണ് സേവാഭാരതിയുടെ തലചായ്ക്കാനൊരിടം എന്ന പദ്ധതി. അങ്കമാലി നഗരസഭ 10ാം വാർഡ് കൗൺസിലർ AV രഘു നൽകിയ ഭൂമിയിൽ 7 കുടുംബങ്ങൾക്കാണ് ഭവനമൊരുങ്ങുന്നത്. വേങ്ങൂർ നിവാസികളുടെ ചിരകാല സ്വപ്നമായ പോസ്റ്റ് ഓഫീസും ഈ മന്ദിരത്തിൽ തന്നെ പ്രവർത്തിക്കും. ഭവന സമുച്ചയത്തിന്റെ ഉദ്ഘാടനം കേരള ഹൈക്കോടതി ജഡ്ജി N നഗരേഷ് നിർവഹിച്ചു. സ്വാതന്ത്ര്യത്തിന്റെ 100 വർഷം കഴിയുമ്പോൾ ഭാരതം ലോകത്തിലെ സാമ്പത്തികമായി മുന്നിട്ട് നിൽക്കുന്ന ഒന്നാമത്തെയോ രണ്ടാമത്തെയോ രാജ്യമായി തീരും എന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ പ്രവചിക്കുന്നു. ഭാരതം അവകാശപ്പെടുന്നതല്ല, യൂറോപ്യൻ രാജ്യങ്ങൾ പ്രവചിക്കുന്നു. ആ തരത്തിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടിരിക്കുകയാണ്. ആ ഉയർച്ചയുടെ ഫലങ്ങൾ നമ്മൾ കണ്ണു തുറന്നു നോക്കിയാൽ നമുക്ക് ചുറ്റും കാണാൻ പറ്റും. വികസനത്തിന്റെ പുതിയ റോഡുകൾ വരുന്നു, 6 വരി പാതകൾ വരുന്നു, വന്ദേ ഭാരത് പോലെയുള്ള സ്പീഡുള്ള സൗകര്യമുള്ള ട്രെയിനുകൾ വരുന്നു. ഇന്ത്യയിലെ എല്ലാ ജില്ലകളിലും 544 ജില്ലകളിലും മെഡിക്കൽ കോളേജുകൾ വരുന്നു. അങ്ങനെ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നു. നമ്മളുടെയൊക്കെ കുടുംബത്തിന്റെ അല്ലെങ്കിൽ സമൂഹത്തിന്റെ സ്ഥിതി നോക്കിയാലും ആ വ്യത്യാസം നമുക്ക് മനസ്സിലാവും. പണ്ട് എൻ്റെ എല്ലാം ചെറുപ്പകാലത്ത് ഒരു ഇടത്തരം താഴ്ന്ന വീട്ടിലെ ആളുകൾ മഴക്കാലത്ത് പറയും, ഒരു കൊട ഉണ്ടായിരുന്നെങ്കിൽ നനയാതെ എവിടെയെങ്കിലും പോയി വരാമായിരുന്നു എന്ന്. ഒരു കൊട വളരെ പ്രധാനമാണ്. ഒരു വീട്ടിൽ ഒരു കൊടയേ ഉണ്ടാവുള്ളൂ, ഒരു വ്യക്തിക്ക് ഒരു കൊട ഉണ്ടാവില്ല. അപ്പോൾ ഒരു കൊട ഉണ്ടെങ്കിൽ നനയാതെ എവിടെയെങ്കിലും പോയി വരാമായിരുന്നു എന്ന് പറഞ്ഞിരുന്ന സ്ഥലത്ത് ഇന്ന് ആളുകൾ പറയുന്നത് ഒരു കാർ ഉണ്ടായിരുന്നെങ്കിൽ നനയാതെ എവിടെയെങ്കിലും പോയി വരാമായിരുന്നു എന്നാണ്. അല്ലേ? സത്യല്ലേ? മുതിർന്നവർക്കറിയാം. അപ്പൊ ഇത് നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക വികസനത്തിന്റെ ഒരു സൂചന മാത്രമാണ്. എല്ലാ മേഖലകളിലും ആ വികസനമുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 140 കോടി ജനസംഖ്യ ഉള്ള ഒരു രാജ്യത്ത് ഈ സാമ്പത്തിക വികാസം വരുന്ന സമയത്ത് ആ സമ്പത്ത് സമൂഹത്തിന്റെ എല്ലാ വിഭാഗങ്ങളിലേക്കും എത്തിച്ചെല്ലേണ്ടതുണ്ട്. വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആളുകൾ മാത്രം സുഖിക്കുന്ന അല്ലെങ്കിൽ ആസ്വദിക്കുന്ന ഒന്നായി കൂടാ. സമൂഹത്തിന്റെ എല്ലാ തട്ടുകളിലും ആ വികാസം എത്തണം. അത് എത്തുകയും ചെയ്യും. അതിന് സമയം പിടിക്കും, എങ്കിലും അത് എത്തുന്നുള്ളതിന് തർക്കമൊന്നുമില്ല. പക്ഷേ 140 കോടി ജനസംഖ്യയുള്ള ഒരു സ്ഥലത്ത് ആ വികസനം കൊണ്ട് മാത്രം സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ തീരുകയില്ല. ഗവൺമെന്റ് വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാ വീടുകളിലും കുടിവെള്ളത്തിന്റെ പൈപ്പ് ലൈനുകൾ എത്തിക്കാൻ പറ്റും, ഇലക്ട്രിസിറ്റി കണക്ഷനുകൾ എത്തിക്കാൻ സാധിക്കും. പക്ഷെ ആ വീട്ടിലുള്ള ആളുകൾക്ക് വെള്ളമെടുത്ത് കുടിക്കാനുള്ള ആരോഗ്യമുണ്ടോ? ഭക്ഷണം കഴിക്കാനുള്ള ആരോഗ്യമുണ്ടോ? മരുന്ന് മേടിച്ചെടുത്ത് സ്വയം കഴിക്കാനുള്ള ആരോഗ്യമുണ്ടോ എന്നൊന്നും 140 കോടി ജനസംഖ്യയുള്ള ഒരു രാജ്യത്തില് ഗവൺമെന്റിന് നോക്കാൻ സാധിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. ചെറിയ രാജ്യങ്ങളിൽ 50 ലക്ഷമോ 60 ലക്ഷമോ ജനസംഖ്യയുള്ള രാജ്യങ്ങളിൽ ഒരു പക്ഷേ ഗവൺമെന്റിന് സാധിച്ചേക്കാം. ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്ത് ആ തരത്തിൽ സർക്കാരിന് എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കാൻ സാധിക്കില്ല. അവിടെയാണ് സമൂഹത്തിന്റെ ഒരു സഹകരണത്തിന്റെ അല്ലെങ്കിൽ സാമൂഹിക ബോധത്തിന്റെ ആവശ്യം വരുന്നത്. ഭാഗ്യവശാൽ നമ്മുടെ ഭാരതത്തില് പണ്ട് മുതൽ തന്നെ സമൂഹത്തിലെ പ്രശ്നങ്ങൾ തീർക്കാൻ നാം സർക്കാരിനെ കാത്തിരിക്കാറില്ല, ഗവൺമെന്റിന്റെ ഇടപെടൽ നോക്കിയിരിക്കാറില്ല. വലിയ വെള്ളപ്പൊക്കം വന്നപ്പോ എവിടെ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് വന്നില്ലല്ലോ, പോലീസ് വന്നില്ലല്ലോ, പട്ടാളം വന്നില്ലല്ലോ എന്നൊന്നും ആരും നോക്കിയിരുന്നില്ല. നമ്മുടെ സമൂഹം അവരുടെ കയ്യിലുള്ള ആയുധങ്ങൾ എടുത്ത് പ്രളയത്തിൽപ്പെട്ടവരെ രക്ഷിക്കാൻ നോക്കി.
മത്സ്യപ്രവർത്തകർ അവരുടെ കയ്യിലുള്ള വഞ്ചിയും ബോട്ടുമായിട്ട് വന്നു. ആരും ആഹ്വാനം ചെയ്തിട്ടില്ല, ആരും അവർക്ക് പൈസ കൊടുക്കാന്ന് പറഞ്ഞിട്ടില്ല. സമൂഹ സേവന സന്നദ്ധരായിട്ട് സമൂഹം തന്നെ മുന്നോട്ട് വന്നു. ആ ഒരു സാമൂഹിക കാഴ്ചപ്പാട് നമ്മുടെ ഭാരതത്തിനുണ്ട്. പോസ്റ്റ് ഓഫീസ് മുറിയുടെ സമർപ്പണവും സുഹൃതം സാന്ത്വന പരിചരണ വിഭാഗത്തിന്റെ ഭാഗമായി വീൽചെയർ വിതരണവും പ്രമുഖ വ്യക്തിത്വങ്ങളെ ആദരിക്കലും ഇതോടൊപ്പം നടന്നു. സേവാഭാരതി അങ്കമാലി പ്രസിഡന്റ് ഡോക്ടർ ജ്യോതിഷ് ആർ നായർ അധ്യക്ഷനായിരുന്നു. പല തട്ടിലുള്ള ജനങ്ങൾക്ക് പല തരത്തിലുള്ള സേവനങ്ങൾ നൽകുവാൻ പ്രാപ്തരാക്കിക്കൊണ്ട് ഒരു സംഘടനയായി വളർന്നിരിക്കുകയാണ്. ഇതിൽ ജനങ്ങളുടെ പങ്കാളിത്തം കൊണ്ടുള്ള, ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള, അവർ തന്നെ തിരഞ്ഞെടുത്ത പല സേവന പ്രവർത്തനങ്ങളാണ് എല്ലാം തന്നെ നടന്നു വരുന്നത്. ആദ്യം നമ്മൾ പെയിൻ ആൻഡ് പാലിയേറ്റീവ്, അതിനുശേഷം ചില നിർധനരായിട്ടുള്ള ആളുകൾക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് ചിലപ്പോൾ ആശുപത്രിയിൽ പോകാനുള്ള അല്ലെങ്കിൽ മരുന്നുകൾ വാങ്ങിക്കാനുള്ള ചെറിയ സേവനങ്ങൾ തുടങ്ങി പടിപടിയായിട്ട് നമുക്ക് വിവാഹ മാംഗല്യങ്ങൾക്കും ഒക്കെയായി സഹായങ്ങൾ അല്ലെങ്കിൽ സേവനങ്ങൾ അത്തരത്തിൽ ചെയ്യുവാൻ സാധിച്ചു. അതിനുശേഷം നമുക്ക് ലഭിച്ച നീലാന്തർജനം നമുക്ക് തന്ന 72 സെന്റ് ഭൂമി ഒരു കെട്ടിട സമുച്ചയം പണുയർത്തിക്കൊണ്ട്, അതും ഏകദേശം നല്ല ശതമാനം തന്നെ ജനങ്ങളിൽ നിന്ന് ജനങ്ങളുടെ സംഭാവനയായിട്ട് ലഭിച്ച പണം കൊണ്ടുണ്ടാക്കിയ സുകർമ്മ സേവാ കേന്ദ്രം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം അവിടെ തുടങ്ങുകയും ചെയ്തു. സേവാഭാരതി എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൻ അനിൽകുമാർ, അങ്കമാലി സേവാഭാരതി സെക്രട്ടറി ഇ കെ കിരൺകുമാർ, RSS പ്രാന്തീയ സഹസേവാ പ്രമുഖ് കെ ഗിരീഷ് കുമാർ, പ്രോഗ്രാം കൺവീനർ വി കെ വിജയൻ IRS, കൗൺസിലർ AV രഘു എന്നിവർ പ്രസംഗിച്ചു. ഭവന സമുച്ചയത്തിന്റെ 2ാം ഘട്ട നിർമ്മാണം പൂർത്തീകരിച്ച ശേഷം ആവശ്യക്കാരെ കണ്ടെത്തി വീട് കൈമാറുമെന്നും സേവാഭാരതി അങ്കമാലി ഭാരവാഹികൾ അറിയിച്ചു. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. ഷൂക്രാഫ്റ്റ് ഫുഡ്വെയർസ് ആൻഡ് ബാഗ്സ്, ഓൾഡ് മാർക്കറ്റ് റോഡ്, അങ്കമാലി. MV Chacko Jewellers, Angamali.